That is Kerala third Vande Bharat train. This is Ernakulam Bangalore Vande Bharat. Will leave from Ernakulam Junction, platform number 6 at 6 hours 5 minutes. കോട്ടയം വഴി പോകുന്ന ട്രെയിൻ നമ്പർ 66-307 എറണാകുളം കൊല്ലം മോണോ എറണാകുളം ജംഗ്ഷൻ 6ാമത്തെ प्लेटफॉर्म निल्कुनु। यात्रियों कृपया ध्यान दीजिए, कोटयम से होकर जाने वाली गाड़ी नंबर 6630 एर्नाकुलम कोल्लम मोनो एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 6 पर खड़ी है। Your attention please, train number 6630 एर्नाकुलम कोल्लम मोनो कोटयम is at एर्नाकुलम जंक्शन प्लेटफॉर्म नंबर एक्सप्रेस एर्नाकुलम जंक्शन 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 7:18 ട്രെയിൻ നമ്പർ 181 തൊണ്ണൂറ് എറണാകുളത്തോട് പാലക്കാട് ജംഗ്ഷൻ വഴി ടാറ്റാ നഗർ വരെ പോകുന്ന എക്സ്പ്രസ് एर्नाकुलम जंक्शन 3ാമത്തെ प्लेटफॉर्म निल्कुनु। यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1810 एर्नाकुलम से पालक्काड होकर टाटा नगर तक जाने वाली एर्नाकुलम टाटा नगर एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 3 पर खड़ी है। Your attention please, train number 18190 एर्नाकुलम टाटा नगर एक्सप्रेस via Palakkad is at एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 3. Your attention please, train number 18190 Ernakulam Tata Nagar Express via Palakkad coach position from engine first generator car, second general compartment. यात्रा करने ट्रेन नंबर 161-87 കാരക്കൽ എറണാകുളം എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്। यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 16187 कारेकाल एर्नाकुलम एक्सप्रेस थोड़ी ही देर में एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 4 पर आएगी। Your attention please, train number 16187 कारेकाल एर्नाकुलम एक्सप्रेस will arrive shortly on Ernakulam Junction, platform number 4. ടിക്കറ്റ് ഇത് അപ്പുറത്തെ വേറെ സ്റ്റേഷനാണ്.
കളർ തന്നെയാണ്. പക്ഷെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഓരോ കോച്ചായിട്ട് ഇങ്ങനെ നടക്കാം. നമ്മുടെ കോച്ച് C4 ആണ് വരുന്നത്. അവിടെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്യാൻ. അവിടെ ഇപ്പോൾ ഇനോഗ്രൽ പരിപാടി ആയതുകൊണ്ട് മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടെ ഫ്രണ്ട് ഭാഗം എടുക്കണമെന്ന് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം എടുക്കാനുള്ള പരിപാടിയാണ്. ആ ഫ്രണ്ടിൻ്റെ വ്യൂ ലോക്കൽ വെച്ച് ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം പോയിട്ട് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണം. നമ്മുടെ കോച്ചെത്തിയില്ലേ 44 43 ഉണ്ട്. വിൻഡോ സൈഡ്. എനിക്ക് വിൻഡോ സൈഡാ. ഓ പൊളിച്ച്. എനിക്ക് 28. അപ്പോ നമുക്ക് നമ്മളിതിന്റെ അകത്തുണ്ട്. നമ്മൾ കുറച്ച് ഞാൻ സീറ്റിലൊക്കെ ഇരിക്കാനുള്ള പരിപാടി. അവിടെ സ്കൂൾ കുട്ടികളുടെ പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി ഷൂട്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് പതുക്കെ പോവാം. അങ്ങോട്ട് പോയി നോക്കാം. വാഷ്റൂം അതുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ എന്ന് പറയാം. ഇങ്ങനെ ടിഷ്യൂ ഒക്കെ പുറത്താക്കി. ടിഷ്യൂ ഉണ്ടോ? നിക്ക് ചീത്തായി പോയാ ആ സെൻസ് ഓഫ് ആയിക്കോളും തന്നെ. അത് ഇതുണ്ട്. വ്ലോഗ് ഞാൻ വീഡിയോ എടുക്കാം യൂട്യൂബില്. വ്ലോഗ് കുറച്ചും കൂടെ കഴിഞ്ഞ് എടുത്താലും. ഇത് തന്നെ നിൽക്കോ വെള്ളം? ഒരു വട്ടം ഞെക്കാള് നല്ല പാണ്ട തെക്കിനെല്ലാം വെച്ച് ചെയ്യാം. അത് അനുവദിച്ചിട്ട് ഇവിടെ പോയി പാസ് ബ്രോ പാസ് ഒന്ന് ഒരു പിക്ക് എടുക്കട്ടെ. പാസ് വെച്ചിട്ട് ട്രെയിനിന്റെ നമുക്ക് ബാക്കിൽ പോയിട്ട് ഒരു പിക്ക് എടുത്താലോ? ബാക്കിൽ പിക്ക് എടുക്കാൻ പറ്റുമോ? ലോകം ഉണ്ടല്ലോ മാല ബാക്കിൽ പോയിട്ട് എടുക്കാം. ഇതുവരെ ഇറങ്ങി क्या हुआ? ये लूज होना चाहिए ना थोड़ा. ये ഇവിടെയൊക്കെ മാലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക നന്നായിട്ട്. ഗൈസ് നമ്മളിത് കയറാൻ പോണത് ഇവിടെയാണ്, എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ. ഓക്കെ, മുമ്പിൽ പോണ കാർത്തികേട്ടനാണ്. കൊല്ലം കാർത്തിക്. ഇവിടെ എക്സിക്യൂട്ടീവ് ഇവിടെ പോയി. അല്ല ഇവിടെ E1 കണ്ടായിരുന്നില്ല. തെറ്റായിക്കോ അല്ലേ? ആ ഇവിടെ E1 ആ കാണിച്ചത്. ഈ C2 അവിടെ നേരത്തെ. ഈ വണ്ടിയുടെ ലാസ്റ്റ് കോച്ചാണ് C1 അല്ലേ? യെസ് ഗൈസ്, ഇതാ C1. അതാണ് ഗൈസ് ക്യാബിൻ. പാസ് ഉണ്ട്, ട്രാവൽ പാസ്. കള്ളവണ്ടിക്ക് ഏർപ്പെടും പോയി. അരുൺ ചേട്ടനോട് അയ്യോ, അരുൺ ചേട്ടനോട് പോയി. അയ്യോ ഇവിടെ എന്തുകൊണ്ട് പുഷ് ബാക്ക് ഒന്നും ഇല്ലേ? ഏത് മേട് കോച്ചാണ് ഗൈസ്? നോക്കാം. 24 മേട് പറിച്ചെടുത്ത് കളഞ്ഞ. ഇത് നോക്കട്ടെ ഗൈസ്, ഇത് കാണുക. ഇതെന്തേ ഇവിടെ ഒന്നും ഇല്ലേ ഗൈസ്? ഇതിൽ മറ്റേ പുഷ് ബാക്ക് ചെയ്യുന്ന ഉണ്ടോ? പക്ഷെ അത് ബട്ടൺ എവിടെയാണ്? ഇത് ഇവിടെ ഒരു ഇതാണ് ഇനി. ആ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതെന്ത് ഇവിടെ ചെറിയ ബട്ടൺ സെറ്റപ്പ്. ഇതാണോ ഇനി? ഇത് ഗൈസ് ഈ ബട്ടൺ
ഗൈസ് ഇത് പുഷ് ബാക്ക് എങ്ങനെയാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. മാറ്റാൻ പറ്റും, ഇത് പുഷ് ബാക്ക് ചെയ്യാം, പക്ഷെ എവിടെയാണെന്ന് കൃത്യമായിട്ട്. ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആ കാണുന്നത്. ഉണ്ട് ഗൈസ്, ഒരു ബ്ലോഗർ ഉണ്ട് കാണും, ദേ നിൽക്കുന്നു. സെറ്റായി ദേ നിൽക്കുന്നു, ഉണ്ട് നേരെ. ഇവിടെ ഫുഡ് വേവിക്കുന്ന സ്ഥലം. പുഷ് ബാക്ക് എങ്ങനെ നോക്കണേട്ടാ? അതിന് ചേട്ടാ കുറച്ച് കട്ടിയാണല്ലോ ഇത്, നല്ല കട്ടി. ഇവിടെ ബട്ടൺ പുഷ് ബാക്ക്, ഈ ബട്ടൺ അറിയാം ചേട്ടാ, ഈ ബട്ടൺ വെക്കുമ്പോളാ ബട്ടൺ 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 ആ അതാ ബട്ടൺ. ഗൈസ് ഞാൻ കിടക്കുന്നതാണ് എറണാകുളം പാട്ട്നർ സൂപ്പർ ഫാസ്റ്റ്. ആണല്ലേ? എറണാകുളത്തിന്റെ പാട്ട്നമാണ് സൂപ്പർ ഫാസ്റ്റ് ആണ് വയ വാരണാസി. ഇന്ന് ശനിയാഴ്ച 11:55 വിടുക വണ്ടി. വാരണാസി വഴി പോകണം. അപ്പൊ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡും ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് പറയാം. എന്ത് പറയുന്നു? അങ്ങനെ പിക്ക് എടുക്കണോ? വളരെ മികച്ച അത് എനിക്കൊന്ന് വീഡിയോ എടുക്കാം. നീ ഒന്ന് പാസ് ഓപ്പൺ ചെയ്തേ. അരുൺ ചേട്ടൻ എന്ത് പറയുന്നു? അടിപൊളിയല്ലേ? എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗൈസ് ഈ വണ്ടിയുടെ ചാർജിങ് പോയിന്റ് ഇവിടെ ആയിട്ടാ വരുന്നത്. ഇത് ബോട്ടിൽ വെക്കുന്ന സ്ഥലം, ഇത് ട്രൈപ്പ് ഫുഡ്. ഇവിടെ വെച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ പുഷ് ബാക്ക് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ നെക്കിയിട്ട് വേണം പുഷ് ബാക്ക് ചെയ്യാൻ. ഈ ബട്ടൺ നെക്കിയിട്ട് വേണം പുഷ് ബാക്ക് ആവും. പിന്നെ ഈ റെഡ് ഐക്കൺ കാണുന്നതൊക്കെ എമർജൻസി വിൻഡോ ആണ്. ചേട്ടാ ടിക്കറ്റ് ഇല്ല, കള്ളവണ്ടിക്കാരൻ, കള്ളവണ്ടി 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 കള്ളവണ്ടി. ഇതൊക്കെ ഒരു അവസരമല്ലേ കാർത്തികേട്ടാ? ഇങ്ങനെയൊക്കെ ഇത് ഇനി അടുത്ത വന്ദേ ഭാരതൊക്കെ വരുമ്പോ എന്ത് പെട്ടെന്ന് എടുക്കും എല്ലാം മുതലാക്കും. TTR ആണ് ഗൈസ്. ഞാൻ ഫ്രണ്ട് ബാക്ക് എടുത്ത് കാണിച്ചു. ഓക്കെ എന്നെ വിട്ടുപോയി ഗൈസ്. தமிழ்நாடுல இருந்து இவர் வர டிரான்சிட் போயிட்டு வரல அஜய். ஆமா பதிலுக்கு ഒരാളോടൊക്കെ ചോദിച്ചോക്കെ എന്താ അഭിപ്രായം? വളരെ നല്ല 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 കോച്ചുകളാണ്. നിന്റെ സീറ്റ് അങ്ങ് അടവ് എടുത്തിട്ടോ. രാമനാഥൻ. This is Ramanathan, one of the don of the Alapura. He owns a Vivo X200 phone. He has some show of iPhone ഒക്കെ ഉണ്ട് ഗൈസ്. പണക്കാരനാണ് പണക്കാരൻ. അവളൊക്കെ പാവപ്പെട്ടവര്. നമസ്കാരം സാർ. എല്ലാ സൗകര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ യാത്ര നിരാശയല്ല, അധിക സമയം ഈ യാത്രയിൽ ചെലവായിട്ടുണ്ടായിരുന്നു.
ലേറ്റ് ആകുമ്പോഴൊക്കെ ഫ്ലാഗ് ഓഫ് ലൈഫിൽ ചേച്ചിക്കാണ് കാണാൻ പറ്റും. എല്ലാം ഇങ്ങനെ കാണിച്ച് കിട്ടിയ എറണാകുളത്തിന് ഡിപ്പാർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രോം എറണാകുളം ജംഗ്ഷൻ. നമ്മൾ കാത്തു നിന്ന് ഒരു 8 മണിക്ക് എടുക്കേണ്ട 8:42 കറക്റ്റ് എടുത്തിരിക്കുകയാണ് സൗത്ത് ഇന്ത്യ. അടിപൊളിയാക്കി വിട്ടിരിക്കുകയാണ്. മേളം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കോലിപ്പട എല്ലാരും നോക്കുന്നുണ്ടോ ഇവിടെ? ബാംഗ്ലൂർ ഇന്റർസിറ്റിയിലൊക്കെ ഗൈസ് ഒരു കരിഞ്ഞ അഴുക്ക് പിടിച്ച ഒരു പീസവനാ ഗൈസ്. ലാലാ കൂടാൻ പീസവനാണ് എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റിക്ക്. അരുൺ ചേട്ടൻ അല്ല കാർത്തികേട്ടൻ എന്താ പറയുന്നത്? ഏത് മോഡ്? വന്ദേ ഭാരത് മോഡ്. ചേട്ടാ എന്ത് പറയുന്നത്? വ്ളോഗാണ്. ഗൈസ് ആ കാണുന്ന പുതിയ ബസ്സാണ് ലിങ്ക് ബസ്. ശരിയാ. ഓ ഗരുഡ. ഗൈസ് ആ കാണുന്ന പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഡീലക്സ് ഒക്കെ കിടക്കുന്നത് സ്വിഫ്റ്റിന്റെ പൊളി സാധനം. അതിനിടയൊക്കെ അണ്ണാച്ചിയുടെ അയ്യേ കുളവാക്കി കളഞ്ഞത്. അണ്ണാച്ചി ഉണ്ട് കൊണ്ടോടി. ചേട്ടാ ആക്സിലേഷൻ കയറി 10 രൂപ വെള്ളം തന്നു പറ്റി നാളെ. 8 രൂപ 10 രൂപ വെള്ളം തന്നു പറ്റി. സ്പീഡ് കയറിയിരിക്കുന്നു. ഇനിയാണ് മോനെ കളികൾ കാണാൻ കിടക്കുന്നത്. ഇനിയാണ് കലാപരിപാടികൾ ആരംഭിക്കാം. എങ്ങനെ വന്ദേ ഭാരത് ഓട്ടിക്കണോ അല്ലേ? അങ്ങനെ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് പുറപ്പെട്ടിരിക്കുന്ന എറണാകുളത്ത് നിന്ന് ഫുൾ പവർ. ഓ പിന്നെ എന്താ വേണം? രാവിലെ ട്രെയിൻ വന്നിറങ്ങിയ സ്ഥലമാണ്. കണ്ട ആൾക്കാരെ നോക്കണ്ട. ഇതുണ്ട് ചെന്നൈ. അത് ചെന്നൈ ആലപ്പുഴയ്ക്ക് പോകണം. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ആണ് പോണത്. വളവുണ്ടോ? ഇല്ല എല്ലാ റേയും കൊണ്ടുപോയതോ? എന്താണ് കുട്ടികൾക്ക് മധുരം നൽകിക്കൊണ്ടാണ് വന്ദേ ഭാരതിന്റെ ബാംഗ്ലൂർ സർവീസിന്റെ ആദ്യ യാത്രയുടെ സന്തോഷം പങ്കുവച്ചത്. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി വന്ദേ ഭാരത് യാത്ര. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ ഫുഡിന്റെ എന്തോ തുറന്നു നോക്കാം. ഞാൻ വീട്ടിൽ ട്രെയിൻ ചെയ്യുന്നില്ല. പിടിച്ചല്ലേ
നോക്കട്ടെ. ജാഗി റോസ് കുക്കി, പിന്നെ ജ്യൂസ്. അലുവയോ? അലുവയും ഇതെന്തുവാണ്? ഈന്തപ്പഴ അലുവ. ഇതെന്തുവാണ്? മിക്സറും. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് അലുവയാന്ന് തോന്നുന്നത്. ആണല്ലേ? ആ, ഇതെന്തുവായിരിക്കും? കേക്കാ? മിക്സർ. ഇതാണ് SMBT ബാംഗ്ലൂർ. ഹംസഫർ ഇതേടാ അപ്പുറത്ത്. അല്ല, അവിടെ കിടക്കുവായിരുന്നു. ഇല്ല, SMBT ബാംഗ്ലൂർ ഹംസഫറോ? ഈ സമയത്ത് ഇല്ലല്ലോ. ഈ സമയത്ത് കൊല്ലം കഴിയുമല്ലോ. വെച്ചോ കഴിക്കുന്നോ? അപ്പം കഴിക്കണം. തുറന്നു നോക്ക്, പറയൂ. സെയിം സാധനം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയെന്നില്ല. വേറെ എല്ലാം ആവണമല്ലോ കേക്കിന് പകരം. ഇല്ല, അത് കോമൺ ആണോ എല്ലാവർക്കും? A380 കിടക്കുന്ന A350. ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഹൽവയുണ്ട്, ഒരു ജ്യൂസ് ഉണ്ട്, മിക്സറുണ്ട്. ഇത് കുക്കി, എന്തൊരു കുക്കീസാണ്. പേര് വായിക്കുന്നില്ല. അച്ചപ്പ പോലത്തെ സാധനമാണ്, പക്ഷെ സ്ലൈസ് അത് കാണിച്ചു കൊടുത്തു. അയ്യോ, കഴിക്കണ്ടേ? ഞാൻ ഇത് മാത്രം കഴിക്കത്തുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നത് അല്ലേ? കഴിച്ചു നോക്കാം. ഞാൻ പറയട്ടെ, ഇതിന്റെ ടോട്ടൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് മെയിൻ കൺട്രോളർ വരുന്നത്. ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇതായിട്ട് ഓൺ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഫുഡ് കീപ്പ് ചെയ്യാനുള്ളതാണ്. ഇവിടെ സർട്ടൻ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യും. മുന്നേ കൊണ്ടുവരുന്ന ഫുഡിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഓരോന്നിനും ഓരോ ടൈപ്പ് ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ചപ്പാത്തിക്ക് ഒന്നായിരിക്കും, അതുപോലെ റൈസ് വയ്ക്കുമ്പോൾ അങ്ങനത്തെ ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്യുക. ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം. ഈ കാണുന്ന മൂന്നെണ്ണത്തിലാണ് ഫുഡിന്റെ കാര്യങ്ങൾ വരിക. നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇതിലൂടെയാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. ബോട്ടിൽ കൂളർ കമ്പാർട്ട്മെന്റ് കണ്ടില്ലേ, വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇതിനകത്താണ് വരിക. ഐസ്ക്രീം ഒക്കെ വരുന്ന ഡീപ് ഫ്രീസർ കമ്പാർട്ട്മെന്റിലാണ് ഐസ്ക്രീംസ് വരിക. പിന്നെ ബോട്ടിൽ കൂളർ താഴെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിൽ മാറി മാറി ജ്യൂസും വാട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറ്. സുഖല്ലേ? ഞാൻ തൃശ്ശൂര്. നമ്മൾ കയറുന്നു എക്സിക്യൂട്ടീവ് ക്ലാസ്സിലോട്ട്. അങ്ങനെ നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് വന്നിരിക്കാം കേട്ടോ. SBC എറണാകുളം SBCയുടെ എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ്. സീറ്റും കൂടെ ഇതാണ് 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ പറ്റും സീറ്റ്. ഇതേപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സീറ്റ്. അതാണ് ഞാൻ വരുന്നവർക്ക് കണക്ട് ചെയ്യാൻ
പുള്ളി തൃശ്ശൂരുണ്ട് വെറുതെ ഒരാവശ്യമില്ല. പത്രക്കാർക്ക് മാത്രമേ ഇപ്പം പൊതുജനങ്ങൾ ഫോട്ടോ അവസരം കുറവ്. അജയ് അജയ് കുളിക്കേണ്ട കേരളത്തിലേക്ക് 2 ട്രെയിൻ വന്നതുപോലെ ഈ റൂട്ടിൽ 2 ട്രെയിൻ വരണ്ടിപ്പോയി. ആദ്യ യാത്ര നമ്മുടെ ഞങ്ങൾ പഴയക്കാട് അവിടെ നമ്മൾ ഫുൾ സാറ് അവിടെ പ്രചരണത്തിന്റെ സമയത്ത് അപ്പൊ ആ സമയത്ത് ഫുള്ള് നമ്മള് സാറിന്റെ അവിടെ ഫുള്ള് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. എല്ലാത്തിനും നടന്നിട്ടുണ്ട്. സെൽഫി കിട്ടിയില്ല. സെൽഫി കിട്ടും. നോക്കിയേ 6 മീറ്റിംഗ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുവന്ന് 4:30, 5:15, 6, 6:45, 7:30, അയ്യോ 8:15. അയ്യോ സാറ് ഫുൾ ടൈം അതിന്റെ ഇടയ്ക്ക് വന്ന എപ്പോഴെങ്കിലും ഒന്നൊരു ഫോട്ടോ. ഓക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു സാർ. അങ്ങനെ സാറേ സന്തോഷം സാറേ. ഈ ട്രെയിനിനാണ് സന്തോഷം. സാറ് ചെയ്ത സർവീസിന് ഭയങ്കര സന്തോഷം. ഞാൻ ചെയ്ത സർവീസ് അല്ല, പ്രധാനമന്ത്രിയുടെ വിഷൻ. മന്ത്രിമാരെല്ലാം നാഷണൽ അവാർഡ് എടുക്കും, വിദ്യാഭ്യാസം എടുക്കും അല്ലേ, മെഡിക്കൽ, അതെ സാർ, ഫിനാൻസ്, അതെ സാർ, എല്ലാം, സോഷ്യൽ വെൽഫെയർ, എല്ലായിടത്തും നല്ല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. പക്ഷെ ഞങ്ങളെ ഇവിടുത്തെ നെടുന്നൂൺ സാറാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ സ്ട്രോങ് പില്ലറാണ്. എനിക്ക് എല്ലായിടത്തും കയറാം. അതെ, ഞങ്ങൾക്ക് സാറിന് ഒരു പില്ലർ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. ശരി സാർ. സാർ ഇനിയും ഇങ്ങനത്തെ കുറച്ച് ട്രെയിനുകൾ വന്നാൽ നമുക്ക് ഭയങ്കര ട്രാക്കിനിപ്പം അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു അതിന് നടപടിയാക്കി തരാം. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെ, നമുക്കൊരു ശതാബ്ദി പോലൊക്കെ സ്പീഡ് ഹൈ സ്പീഡ് ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കേരളത്തിനും ഭയങ്കര ആ ട്രെയിനുകളിലെല്ലാം കമ്പാർട്ട്മെന്റുകൾ മാറണം. അതൊക്കെ ഞാനിപ്പോ കയറുമ്പോൾ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ട്. അതെല്ലാം മാറിയേ പറ്റും. ഓരോ ഡെവലപ്മെന്റ് ആയിട്ട് സാറ് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സ്പീഡായിട്ട് ഡെവലപ്മെന്റ് വരുന്നത്. അത് ഓരോന്നായിട്ട് വരുന്നുണ്ട്. ജനങ്ങളുടെ അടുത്തുനിന്ന് പിരിക്കുന്ന ചുങ്കപ്പണം കൃത്യമായി കൊടുക്കാനുള്ള ധാരാളം പണമുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരെങ്കിലും വഴി ചെയ്യും അത് ഞാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഞാൻ സാർ ഇരിഞ്ഞാലക്കുടയിൽ പറഞ്ഞൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. സാറിന്റെ വിഷൻ ഭയങ്കര ഫോർവേഡ് ആണ്, പക്ഷെ അത് നടത്താൻ കുറച്ചൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഫോർവേഡ് ആയതുകൊണ്ട് അതിനെ തീർക്കാനുള്ള പണം കൊടുത്ത ആളിനെ ഇരുത്തിയിട്ടുണ്ട്. അതിന് നമ്മളെ ഡീസ്ട്രക്ചർ ചെയ്യും. ഞാൻ അതിന് അറിയാലോ സാർ. സാറാ സിനിമയിലത്തെ സ്വാഗ്, സാറിന്റെ സ്വാഗ് സാർക്ക് എപ്പോഴും ഉണ്ട്. നമുക്ക് വലിയ കർത്തവ്യ ബോധമുണ്ട്, കർത്തവ്യമുള്ളതുകൊണ്ട് ഫോക്കസ് ആണ്. എപ്പോഴും മോദിജി പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാതിൽ കൂടെ കയറ്റി ഈ കാതിൽ കൂടെ വിടരുത്. ഈ കാത് അടച്ചേക്ക് കേൾക്കേണ്ടതില്ല. നമ്മുടെ ഫോക്കസ് എന്താണോ നമ്മുടെ ഉത്തരവാദിത്വം. ഈ രാജ്യം ഗവൺ ചെയ്തോളാമെന്ന് നമ്മൾ ഓരോ തവണയും പറഞ്ഞു. അത് മാത്രം ശ്രദ്ധിക്കുക. ഇതൊന്നും കാതിൽ കയറാൻ സമ്മതിക്കരുത്. എല്ലാം വേറെ. അദ്ദേഹം പറയുന്നത് ഈ മണ്ണിന് വേണ്ടി മരിക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല. ഈ മണ്ണിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. കൊലയ്ക്കും ഒരുതാൻ നിൽക്കരുത്, ഓടി രക്ഷപ്പെടുന്നത്. ഈ ജീവനോടെ നിലനിൽക്കേണ്ടത് ഈ മണ്ണിന്റെ ആവശ്യമാണ്. രാജ്യത്തിന് ആവശ്യമാണ്. രക്ഷപ്പെടും. പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം ദയവായി ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. റെയിൽവേ സ്റ്റാഫാണ് അവിടെ നിന്നോളൂ. എങ്ങോട്ട് നോക്കും? 346
തുറക്കുന്നു. കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ്. എക്സിക്യൂട്ടീവ് അതിന് ലോക്കോന്ന് വെച്ചാൽ WP4 ആരക്കോണത്തിന്റെ റൈഫിൾമാൻ ഡി ലക്ഷ്മണൻ എന്നാണ് എൻ്റെ പേര്. നമ്മൾ നേരെ മുമ്പിലോട്ട് നടക്കുകയാണ് ട്രെയിനിൻ്റെ. രാമനാഥനാണ് നടക്കുന്നത്. AC ട്രെയിൻ ഇച്ചിരി കാലിയായിട്ടുണ്ട്. ഇവിടെ 10 പേര് പാലക്കാട് എത്തുന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം കുട്ടികളാണ്. എങ്ങനെയുണ്ട് വന്ദേ ഭാരത്?
ഇതാണ് വന്ദേ ഭാരത് ക്യാബിൻ. നല്ല വ്യൂ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്ന വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോണിന് കുഴപ്പമില്ല, ലെങ്ത് കൂടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ട്രെയിനൊരു വളർന്നു തുടങ്ങിയാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വയസ്സായി പോകുന്നു. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്. നമ്മളെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വന്ദേ ഭാരത് തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇവിടെ. അതെന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ നമുക്ക് കിട്ടിയത്. ഒരു വന്ദേ ഭാരതിനുള്ളിൽ നമുക്ക് അടുത്ത വന്ദേ ഭാരതിൽ കാണാൻ പറ്റി നമുക്ക്. ഞാൻ തിരിച്ച് കോച്ചിലോട്ട് പോവാണ്. പോകുന്ന ട്രെയിൻ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഫൈനലി 110 സ്പീഡ് എടുക്കോ. 110. യെസ്, നോക്കാം. പാലക്കാട് ഇറങ്ങൂല്ലേ? യെസ്, അറിയത്തില്ല, അറിയിച്ചിട്ട് പറ്റും. അങ്ങനെ കഴിച്ച് സ്പീഡ് കൂടി പൊടിയൊക്കെ അടിക്കുന്നു. പൊടിയാണോ അത്? പൊടിയാണല്ലോ, കത്തിക്കാണല്ലോ. ക്യാമറ കൂടെ കാണത്തില്ല, ഡ്രോൺ ഷോട്ട് എടുക്കാൻ സെറ്റാണ്. നല്ല സൈഡ് മാറാവില്ലേ? അങ്ങനെ പാലക്കാട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ലൈൻ നേരം നമ്മളിത് ഈ പാലക്കാട് അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ വന്ന് കയറാട്ടോ. ഈ ലൈൻ എന്ന് പറയുന്നത് പഴനി, പൊള്ളാച്ചി, ദിണ്ടുക്കൽ അങ്ങനെ ചെന്നൈ പോകുന്ന ഒരു ലൈനാണ്. അതേപോലെ തിരുച്ചെന്തൂർ എക്സ്പ്രസും ഈ ലൈനിൽ പോകും. അതേപോലെ പാലക്കാട് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പൊള്ളാച്ചി പഴനി വഴി പോണത് കേട്ടോ. അത് പോകുന്ന ഒരു ലൈനാണ്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് പാലക്കാട് ജംഗ്ഷൻ എന്ന് വരാൻ കാരണം. ചെന്നൈ ലൈനും അതേപോലെ തന്നെ ഷൊർണൂർ മംഗലാപുരം ലൈനും പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള ലൈനും അതേപോലെ തന്നെ ഈ ലൈന് തിരിയണോണ്ടാണ് ഇതൊരു ജംഗ്ഷനായത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 10:59 11 മണിക്ക് നമ്മൾ നേരെ വന്ന് പാലക്കാട് ജംഗ്ഷനിൽ കയറാട്ടോ. സ്റ്റേഷനിലെ വണ്ടി ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് കയറാൻ പോകുന്നത് കേട്ടോ പാലക്കാട് ജംഗ്ഷനിൽ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ആഘോഷങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടത്തെ ഇനോഗ്രല് ഇപ്പൊ ഉണ്ടാവും തോന്നുന്നു. ഇവിടത്തെ എന്തെങ്കിലും ഒരു പരിപാടി നടന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ ദിവസം 4 വന്ദേ ഭാരതാണ് ഒറ്റയടിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തേക്കണത്. അപ്പൊ അതിലൊരു വന്ദേ ഭാരതാണ് നമ്മുടെ വന്ദേ ഭാരത്. അപ്പൊ നമ്മളിതിപ്പോ പാലക്കാട് വന്ന് കിടക്കുകയാണ്. ഇപ്പൊ സമയം കറക്റ്റ് 11 മണിയായിട്ടോ. അപ്പൊ നമ്മളൊരു 12:15 അടുപ്പിച്ച് നമ്മൾ എന്തായാലും കോയമ്പത്തൂർ ചെന്നിറങ്ങും. പിന്നെ എന്താ പരിപാടി എന്നുള്ള ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ.